അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നതിനെ സംബന്ധിച്ചും ദുആ ചെയ്തിട്ട് ഫലം കിട്ടുന്നതിനെ സംബന്ധിച്ചും ധാരാളം കിതാബുകൾ രചിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാക്കസി റളിയല്ലാഹു അൻഹു പറയാണ്, ഫഖസത്തു അൻ അദ്കുറ മാ വഖഅ ലീ, അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചു എനിക്ക് സംഭവിച്ച ഒരു കാര്യം എന്താണ്, മിമ്മൻ ഇസ്തഗാസ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സഹായം തേടിയിട്ട് വലാദ ബിഹി ഫീ സിദ്ദതിഹി, പ്രശ്നമുള്ള സമയത്ത് നബി തങ്ങളോട് അഭയം തേടിയിട്ട് വതവസ്സല ഇലല്ലാഹി അസ്സ വജൽ, പടച്ചവനോട് നബി തങ്ങളെ ഇടയാളനാക്കി ചോദിച്ചിട്ട് അല്ലാഹു തആല പല കാര്യങ്ങളും നേടിക്കൊടുത്ത സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട്, എന്തുകൊണ്ടാണ് അല്ലാഹു തആല നബി തങ്ങളോട് ചോദിക്കുമ്പോൾ അല്ലാഹ് കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്, ഇദ് ഹുവ ഖിയറതുഹു മിൻ ഖലീഖതിഹി, ആ നബി തങ്ങൾ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ്. അങ്ങനെ നബി തങ്ങളോട് ചോദിച്ചിട്ട് കിട്ടിയ ധാരാളം സംഭവങ്ങളുണ്ടല്ലോ, അതെല്ലാം അതിൽ നിന്ന് പലതും ഒരുമിച്ച് കൂട്ടി ഞാനൊരു ഗ്രന്ഥം രചിക്കണം എന്ന് ഞാൻ ഉദ്ദേശിച്ചു. ഫലം അറ ഫീമാ അലിംതു മൻ ജമഅ ശൈഅൻ മിൻ ദാലിക, അങ്ങനെ ഒരു പ്രത്യേക കിതാബ് മുമ്പാരും രചിച്ചതായി ഞാൻ കാണാത്തതിനാൽ അങ്ങനെ ഒരു ദൗത്യം നിർവഹിക്കണമെന്ന് ഞാൻ ചിന്തിച്ചു. ഫസ്തഖർതുല്ലാഹ തആല, ഏത് കാര്യം ശരിയാകണമെങ്കിലും കിട്ടണമെങ്കിലും പടച്ചവൻ സഹായിക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ഖൈറിനെ തേടുന്ന നിസ്കാരം നിർവഹിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയുണ്ടല്ലോ, ഞാൻ അങ്ങനെ പടച്ചവനോട് പ്രാർത്ഥിച്ചു. വദകർതു മാ വഖഅ ലീ മിൻ ദാലിക ബഅദമാ ഉഖദ്ദിമു മാ ശാഹത്തുഹു മിമ്മാ നഹവതുഹു ഖുബ്റൻ ലാ ഖബറൻ ഐനൻ ലാ അഥറൻ. അങ്ങനെ ഞാൻ റസൂലുള്ളാഹിനോട് സഹായം ചോദിച്ചിട്ട് സഹായം ലഭിച്ച കുറേ സംഭവങ്ങൾ വിവരിച്ചുകൊണ്ട് ഒരു ഗ്രന്ഥം രചിക്കാൻ എനിക്ക് അല്ലാഹു തആല തോന്നിപ്പിച്ചു. ഞാൻ അങ്ങനെ ഒരു ഗ്രന്ഥം രചിക്കുകയാണ്. കൂട്ടത്തിൽ എൻ്റെ ഒരു അനുഭവവും ഞാൻ പറയട്ടെ. ഞാൻ ഹിജ്റ 639 ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടതായിരുന്നു. അങ്ങനെ പുറപ്പെട്ട് വഴിയിലെത്തിയപ്പോൾ ഞങ്ങളുടെ ഗൈഡ് മുന്നിലും ഞങ്ങൾ പിന്നിലുമായി കൂട്ടം കൂട്ടമായി ഇങ്ങനെ നടക്കുകയാണ്. ഇന്നത്തേതുപോലെ പ്ലെയിനിൽ പോകുന്ന കാലമല്ലല്ലോ. അങ്ങനെ പോകുമ്പോൾ വെള്ളം കിട്ടേണ്ട ആവശ്യത്തിന് വേണ്ടി ഞങ്ങളുടെ ഗൈഡ് മുന്നിൽ കുറേ അങ്ങോട്ട് നടന്നു. അദ്ദേഹം വെള്ളവും അന്വേഷിച്ചു പോയി. അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ ബേക്കിലായിപ്പോയി. ഞങ്ങൾ അദ്ദേഹത്തെ പിന്തുടരുകയെന്ന നിലക്ക് പിന്നാലെ ഞങ്ങൾ നടന്നു. അങ്ങനെ ഞാനും കൂട്ടത്തിൽ നടന്നു കുറേ അങ്ങോട്ടെത്തിയപ്പോൾ മഗ്രിബായിപ്പോയി. ഫദഖല അലയ്യൽ ലൈലു വഅദ്ലം, അങ്ങനെ ഇരുട്ടായിപ്പോയി. വഖഫിയ അലയ്യൽ അസർ, നടന്നു പോകുന്ന ഒരു വഴിയുണ്ട് മരുഭൂമിയിലൂടെ കാട്ടിലൂടെയൊക്കെ, ആ വഴി മനസ്സിലാകാത്ത വിധത്തിൽ ഇരുട്ടായിപ്പോയി. അങ്ങനെ ഞാൻ നടക്കുമ്പോൾ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടി നടന്നു. ഞാൻ ക്ഷീണിച്ചവശനായി ദാഹിച്ചുപോയി. ഞാൻ ഏകദേശം നശിച്ചു പോകും മരിച്ചു പോകുമെന്ന നിലക്കെത്തി. എനിക്ക് മനസ്സിലാകുന്നില്ല ഞാൻ എങ്ങോട്ടാണ് നടക്കുന്നതെന്ന്. ആരെയും കാണാനില്ല. എൻ്റെ മനസ്സിലിങ്ങനെ തോന്നി, അതാ കുറച്ച് ആളുകളെ അങ്ങ് അവിടെ കാണുന്നുണ്ട് എന്ന് തോന്നി. ഫഖസത്തുഹു, ഞാൻ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ ഫവഖഅതു ഫീ അസ്ജാരിൻ, കുറേ മരക്കൂട്ടങ്ങളാണ്. ഞാൻ എത്തിപ്പെട്ടതൊരു കാട്ടിലാണ്. മരങ്ങളേ ഉള്ളൂ, മനുഷ്യന്മാരൊന്നും അവിടെ ഇല്ല. ഫഅലിംതു അന്നീ തിഹ്തു അനി ത്വരീഖ്, എനിക്ക് ബോധ്യപ്പെട്ടു ഞാൻ വഴി തെറ്റിപ്പിഴച്ചു, ഞാൻ വിഷമിച്ചു പോയി. വസാദനിൽ അതസു, എനിക്ക് വല്ലാതെ ദാഹിച്ചു. ഇലാ അൻ അസ്റഫ്തു അലൽ ഹലാക്, ഞാൻ ഇപ്പം മരിക്കുമെന്നായി. വയസ്തു മിനൽ ഹയാ, ഇനി എനിക്ക് ജീവനില്ല എന്ന് ഞാൻ നിരാശനായി പോയി. ഫഖുൽതു, അപ്പോൾ ഞാൻ അങ്ങ് വിളിച്ചു, യാ മുഹമ്മദ്, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുത്തെ പേരുകൾ 2000-ലധികം പേരുകളുണ്ടല്ലോ, 1000-ലധികം പേരുകളുണ്ടല്ലോ. അതിൽ 250ഓളം പേരുകൾ മദീന പള്ളിയുടെ ചുമരിൽ സ്വർണ്ണലിപി കൊണ്ട് എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ പേരുകൾ പൂർവ്വകാലത്ത് നമ്മളിവിടെ ടൗണിൻ്റെ പരിസരത്ത് വഅദ് പറഞ്ഞിരുന്ന കാലത്ത് ഇതേ പരിപാടി തന്നെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ കുറേയേറെ പേരുകൾ അന്ന് വായിച്ചിരുന്നു. ഇരിക്കട്ടെ, ആ 1000-ലധികം പേരുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായ പേരാണല്ലോ മുഹമ്മദ് എന്ന പേര്. ഓ മുഅ്മിനീങ്ങളെ, മക്കൾക്ക് മുഹമ്മദ് എന്ന് പേര് വിളിക്കുക,
അതൊരു വലിയ ഭാഗ്യമാണ്. മുഹമ്മദ് അതിൻ്റെ കൂടെ എന്തെങ്കിലും കൂട്ടിച്ചേർക്കാതിരിക്കലാണ് നല്ലത്. ചിലരൊക്കെ മുഹമ്മദ് എന്ന് പേരിട്ട് അതിൻ്റെ കൂടെ ഒന്നും കൂടി കൂട്ടിച്ചേർക്കും. അങ്ങനെ കൂട്ടിച്ചേർത്താൽ പിന്നെ മുഹമ്മദ് എന്ന ആ മഹത്വമേറിയ പേര് നമ്മളെ വീട്ടിൽ വെച്ച് വിളിക്കുന്നത് കേൾക്കാൻ നമുക്ക് കഴിയൂല. കാരണം പിന്നെ അതിൻ്റെ അപ്പുറത്തുള്ള പേരെ പിന്നെ വിളിക്കുള്ളൂ. അതുകൊണ്ട് കൂട്ടിച്ചേർക്കാതെ മുഹമ്മദ് എന്ന് വിളിക്കുന്നതാണ് കൂടുതൽ ഉത്തമം എന്ന് ഞാൻ ഈ സമയത്ത് ഉണർത്തുകയാണ്. കൂട്ടിച്ചേർത്താൽ ഹറാമോ കറാഹത്തോ ആണെന്ന് ഞാൻ ഈ പറഞ്ഞതിനർത്ഥം ഇല്ല. ഇരിക്കട്ടെ, അങ്ങനെ മുഹമ്മദ് എന്ന ആ മഹത്വമേറിയ പേര് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു കാല് ധരിച്ചുപോയപ്പോൾ പോലും കൊച്ചിപ്പോയപ്പോൾ പോലും വിളിച്ച പേരാണല്ലോ യാ മുഹമ്മദ്. ആ പേര് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് ഞാൻ ആ കാട്ടിൽ വെച്ച് ഉറക്കെ അങ്ങ് വിളിച്ചു, യാ മുഹമ്മദ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ സാധാരണ നിലക്ക് റസൂലുള്ളാഹിനെ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പാടില്ല എന്നാണ് നിയമം. ലാ തജ്അലൂ ദുആ അർ-റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. പരിശുദ്ധ ഖുർആൻ നോക്കിയാൽ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് നബി തങ്ങളെ വിളിച്ചതായി നമുക്ക് കാണാൻ സാധ്യമല്ല. അത് അല്ലാഹു നബി തങ്ങളെ ബഹുമാനിച്ചതാണ്. ലിഇജ്ലാലിഹി മല്ലാഹു നാദാഹു ബിസ്മിഹി വമിൻ ഖബ്ലിഹി നാദാ ബിഅസ്മാഇഹിം റുസുലാ. യാ മൂസ, യാ ഈസ, യാ ആദം, യാ ഇബ്രാഹിം, യാ നൂഹ്, ഇങ്ങനെ പല അമ്പിയാക്കളെയും അല്ലാഹു തആല വിളിച്ചു. ഖുർആനിൽ തന്നെ പേര് വിളിച്ചത് കാണും. പക്ഷേ അവിടെ ഒരു സ്ഥലത്തും യാ മുഹമ്മദ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു വിളിച്ചിട്ടില്ല. സ്ഥാനപ്പേരെ വിളിച്ചിട്ടുള്ളൂ. ബാപ്പയെ മകൻ പോയിട്ട് അബ്ദുള്ള ഹാജി, അബൂബക്കർ ഹാജി എന്ന് വിളിച്ചാൽ നമ്മൾ പറയും പോരാ, ബഹുമാനം പോരാ. ഉപ്പാ ബാപ്പാ എന്നൊക്കെ വിളിച്ചാൽ അത് ബഹുമാനമാണെന്ന് പറയും. സ്ഥാനപ്പേര് വിളിക്കലാണല്ലോ ബഹുമാനം. ഉസ്താദേ എന്ന് വിളിച്ചാൽ ബഹുമാനമാണ്. നേരെ മറിച്ച് അതേ ഇന്ന മുസ്ലിയാരെ എന്ന് വിളിച്ചാൽ അത് ബഹുമാനമല്ലല്ലോ. അപ്പൻ അല്ലാഹു തആല മറ്റുള്ള അമ്പിയാക്കളെക്കാളെല്ലാം ബഹുമാനിച്ചതിനാൽ യാ മുഹമ്മദ് എന്ന് ഒരു സ്ഥലത്തും വിളിച്ചില്ല. യാ അയ്യുഹൻ നബിയു, യാ അയ്യുഹർ റസൂലു, യാ അയ്യുഹൽ മുദ്ദസ്സിറു, യാ അയ്യുഹൽ മുസമ്മിലു, ഇങ്ങനെയൊക്കെയാണല്ലോ ഖുർആൻ വിളിച്ചത്. അങ്ങനെ അല്ലാഹു തന്നെ പറയുകയും ചെയ്തു, ലാ തജ്അലൂ ദുആ റസൂലി ബൈനകും കദുആഇ ബഅദികും ബഅദാ. നിങ്ങൾ പരസ്പരം വിളിക്കും പോലെ യാ മുഹമ്മദ് എന്ന് അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിക്കരുത്. പിന്നെ എന്നാൽ നബിതങ്ങളോട് താണുകേണ് സഹായം തേടുമ്പോൾ അവിടെ റസൂലുള്ളാഹിന്റെ പേര് കൊണ്ട് ബറക്കത്തെടുക്കലാണ് ലക്ഷ്യം. അതിനാൽ അതേ യാ മുഹമ്മദ് എന്ന് വിളിക്കുന്നതിന് അവിടെ കുഴപ്പമില്ല. അത് നബിതങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അല്ലാഹുമ്മ ഇന്നി അസ്അലുക വ തവജ്ജഹു ഇലൈക മിൻ നബിയിക നബിയിർ റഹ്മ യാ മുഹമ്മദ് ഇന്നി ഖദ് തവജ്ജഹ്തു ബിക ഇലാ റബ്ബി ഫീ ഹാജതി ഹാദിഹി ലിതഖദിയ ലീ എന്ന് രണ്ട് കണ്ണിനും കാഴ്ചയില്ലാത്ത വ്യക്തിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇടയാളനാക്കി അള്ളാഹുവിനോട് പറയാനും അള്ളാഹുവിൻ്റെ റസൂലിനെ തന്നെ വിളിച്ചു പറയാനും അള്ളാഹുവിൻ്റെ റസൂല് പഠിപ്പിച്ചു കൊടുത്ത സഹീഹായ ഹദീസിൽ യാ മുഹമ്മദ് എന്ന് വിളിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതിനാൽ അശ്റഖ ബൈത്തി ചെല്ലുമ്പോൾ അതിലുണ്ടൊരു സ്ഥലത്ത് യാ മുഹമ്മദ് എന്ന്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള ഇസ്തിഗാഥയാണ്. അത് ആദരവോടെയുള്ള വിളിയാണ്. അവിടെ കുഴപ്പമില്ല. എന്നാൽ ഇവിടെയും ഇമാം മറാക്കസി തങ്ങൾ പറയാണ്, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് സഹായം തേടുന്നവൻ എന്ന നിലക്ക് യാ മുഹമ്മദ് എന്ന് വഴിതെറ്റിയിട്ട് ഞാനിപ്പോൾ എൻ്റെ കാര്യം പോയി, ഇനി ജീവനില്ലെന്ന് തോന്നിയപ്പോൾ വിളിച്ചു. മഹാനായ ഇമാം മറാക്കസി റളിയല്ലാഹു അൻഹു പറയാണ്, ഞാൻ റസൂലുള്ളാഹിനെ വിളിച്ച് യാ മുഹമ്മദ് എന്ന് വിളിച്ചപ്പോൾ ഫസമീതു ഖായിലൻ യഖൂലു ലീ അർശിദ്, എന്നോട് അർശിദ് എന്ന് ഒരാൾ വിളിച്ചു പറയുന്ന ശബ്ദം കേട്ടു ഞാൻ. ഫനളർതു, ഞാനൊന്ന് നോക്കി. ഫൈദാ ശഖ്സുൻ ലം മുസ്ബിത് വജ്ഹഹു, അപ്പോൾ ഞാനൊരു വ്യക്തിയെ കാണുന്നു. മുഖം എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു. വഅലൈഹി സൗബുൻ അബിയദ്, വെളുത്ത വസ്ത്രം ധരിച്ചിട്ടുണ്ട്. ഫീ സവാദിൽ ലൈൽ, രാത്രിയുടെ ഇരുട്ടിൽ വെള്ളവസ്ത്രമാണെന്ന് എനിക്ക് മനസ്സിലാകുന്നുണ്ട്. മുഖം ശരിക്ക് മനസ്സിലാകുന്നില്ല. അങ്ങനത്തെ ഒരു വ്യക്തിയെ ഞാൻ കാണുന്നു.
ഫഅഖദ ബിയദീ, ആ വ്യക്തി വന്ന് എൻ്റെ കൈ പിടിക്കുന്നു. ഇലാ, അങ്ങനെ കൈ പിടിച്ചിട്ട് കൈ എൻ്റെ കൈ അങ്ങ് പിടിക്കുമ്പോഴേക്ക് തന്നെ വസഅല അന്നീ മാ കുന്തു ഫീ മിനത് തഅബി വൽ അത്വസ്, ആ കൈ എൻ്റെ കൈ പിടിക്കുന്നതോടുകൂടെ എൻ്റെ എല്ലാ ക്ഷീണവും മാറിപ്പോയി, ദാഹം മാറിപ്പോയി, എല്ലാ പ്രശ്നവും മാറിപ്പോയി. ഫലം തസൽ യദുഹു ഫീ യദി ഇലാ അൻ സമീതു ലജ്ജത മൻ സഹിബദ് ദലീൽ, ആ കൈപിടിച്ച വ്യക്തി എൻ്റെ കൈവിട്ടില്ല, എന്നെയും കൊണ്ട് നടക്കുകയാണ്. ഒരൽപ്പം നടക്കുമ്പോൾ അതേ നേരത്തെ ഗൈഡിൻ്റെ പിന്നാലെ നടന്ന ഞങ്ങളെ ഹജ്ജിൻ്റെ കൂട്ടാളികളുണ്ടല്ലോ, ഹജ്ജ് യാത്രയിൽ ഇറങ്ങിയ കൂട്ടാളികൾ, ആ കൂട്ടാളികളുടെ ശബ്ദം കേൾക്കുന്ന സ്ഥലത്ത് ഞാൻ എത്തുകയാണ്. വൈദദ്ദലീലു യുനാദിന്നാസ്, അതേ എൻ്റെ കൂട്ടുകാരുടെ അടുക്കൽ ഞാനെത്തി. അപ്പോൾ ഞാൻ പിന്നെ കേൾക്കുന്നത് എൻ്റെ ഗൈഡിൻ്റെ ശബ്ദമാണ്. എന്താണ് ആ ഗൈഡ് വിളിച്ച് പറയുന്നത്? അതേ ഖദ് ഔഖദ ലഹും നാറൻ യഹ്തദൂന ബിഹാ, അദ്ദേഹം ഒരു സ്ഥലത്ത് അല്പം തീ കൂട്ടിയിരിക്കുന്നു. ആ തീ കാണുമ്പോൾ ആളുകളൊക്കെ എത്താൻ വേണ്ടിയാണ് ഇന്നത്തതുപോലെ നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൻ്റെ ലൈറ്റോ അല്ലെങ്കിൽ വേറെ സ്ട്രീറ്റ് ലൈറ്റോ കറണ്ടോ ടോർച്ചോ ഒന്നുമില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, അതേ ഞാൻ കാണുന്നു ഒരു സ്ഥലത്ത് തീ കൂട്ടിയിട്ടുണ്ട്. അവിടെ നിന്ന് അദ്ദേഹം കൂടെയുള്ള ആളുകളെ മുഴുവനും വിളിക്കുകയാണ്, വരൂ വരൂ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അതേ യഹ്തദൂന ബിഹാ, അദ്ദേഹം എവിടെയാണുള്ളതെന്ന് ഇരുട്ടിൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന വിധം ഒരു തീ അല്പം കത്തിച്ചിട്ട് അവിടെ വെച്ചാണ് അദ്ദേഹം വിളിക്കുന്നത്. ഫറാഹ അന്നീ വതറകനീ, ഞാൻ യാ മുഹമ്മദ് എന്ന് വിളിച്ച് നബിതങ്ങളോട് സഹായം തേടിയപ്പോൾ എൻ്റെ സമീപത്ത് വന്ന് കൈപിടിച്ച് എന്നെ അവിടെ എത്തിച്ച വ്യക്തി അതോടുകൂടെ എന്നെ അവിടെ ഇട്ട് അദ്ദേഹം പോവുകയാണ്. എൻ്റെ പ്രശ്നം മുഴുവനും പരിഹരിച്ചു പോയി. ഇതെൻ്റെ ഒരു അനുഭവമാണ്. എന്നാൽ അതാ മുൻഗാമികളായ മഹാന്മാർ, വഅന അദ്കുറു ലക ഫീ ഹാദൽ കിതാബി ഇൻഷാ അല്ലാഹ്, ഈ കിതാബിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരും. മനിസ്തഗാസ ബിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിൻ്റെ റസൂലിനെ വിളിച്ച് തേടിയ പലരെക്കുറിച്ചും ഞാൻ പറഞ്ഞു തരും. അതിൽ മരുഭൂമിയിൽ വെച്ച് വിളിച്ചവരുണ്ട്, കടലിൽ വെച്ച് വിളിച്ചവരുണ്ട്, കരയിൽ വെച്ച് വിളിച്ചവരുണ്ട്. വമൻ ശകാ ഇലൈഹിൽ അത്ശവൽ ജൂ, വിശപ്പിൻ്റെയും ദാഹത്തിൻ്റെയും കാഠിന്യത്താൽ നബിതങ്ങളോട് വേവലാതിപ്പെട്ടവരുണ്ട്. വമൻ കാന ഫീ അസ്രിൽ അദുവിൽ ജബ്ബാർ, അക്രമിയായ ഭരണാധികാരികൾ അറസ്റ്റ് ചെയ്തപ്പോൾ അവിടെ വെച്ച് റസൂലുള്ളാഹിനെ വിളിച്ചതുണ്ട്. വമൽജഇൽ റാമിലി വൽ യതഅമാ ഇലൈഹി, യതീമുകളും അതുപോലെ അഗതികളും അനാഥകളും അങ്ങനെ വിധവകളുമൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അഭയം തേടിയ സംഭവങ്ങളുണ്ട്. അങ്ങനെ സുബ്ഹാനല്ലാഹ്, മഴയില്ലാത്തപ്പോഴും അതേപോലെ തന്നെ ഒട്ടകം പണിമുടക്കിയപ്പോഴും അതുപോലെ തന്നെ മാനുകളെ സംബന്ധിച്ചും അതുപോലെ ചിലപ്പോൾ മാനുകൾ തന്നെയും വേറെ മൃഗങ്ങൾ തന്നെയും എന്തിനധികം പറയണം, ഹനീൽ ജിദീലൈഹി, ഈത്തപ്പനയുടെ മട്ടൽ വരെ നബിതങ്ങളോട് കരഞ്ഞു പറഞ്ഞ സംഭവങ്ങൾ. വർത്തജ്ജൽ ഹത്തർത്തജ്ജൽ മസ്ജിദു ലിഖുവാരിഹി കസൗത്തിൽ ലിശാർ, അതേ തേങ്ങി തേങ്ങി കരയുന്ന ഈത്തപ്പന മട്ടലിൻ്റെ കരച്ചിൽ വരെ. അങ്ങനെ പലതും പലതും ഞാൻ ഈ കിതാബിൽ ഉദ്ധരിക്കും. ആദ്യമായി പറയട്ടെ, വസ്തഗാസ ബിഹി സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഈ ഉമ്മത്തിലെ ഏറ്റവും മഹാനായ എല്ലാ ഉലിയാക്കളുടെയും നേതാവായ അമ്പിയാക്കളെ കഴിച്ചാൽ ഏറ്റവും ഈമാൻ തൂങ്ങുന്ന വ്യക്തി, ഏറ്റവും മഹത്വമുള്ള വ്യക്തി അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണല്ലോ. ആ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു അതാ ഇൻദ തലബി സുറാഖത ലഹുമാ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ
മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുമ്പോൾ സുറാഖത്തെന്ന് പറയുന്ന ഒരാൾ വാളും പിടിച്ചു വന്ന് അവരെ അന്വേഷിക്കുന്ന സമയത്ത് ഗുഹയിൽ അഭയം തേടിയ സമയമാണ്. അപ്പോൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ വിളിച്ച് ഇസ്തിഗാഥ ചെയ്ത സംഭവം അടക്കം വേദനിക്കുന്നവർ, മുറിവ് പറ്റിയവർ, അങ്ങനെ പലരും അങ്ങനെ പോയിട്ട് ഖിയാമത്ത് നാളിൽ എല്ലാവരും റസൂലുള്ളാഹിനെ വിളിച്ച് സഹായം തേടുന്ന വിവരവും അതുപോലെ നരകത്തിൽ വെച്ച് പോലും നബിതങ്ങളെ വിളിച്ച് തേടിയിട്ട് ഉമ്മത്തിൽ ചിലർ രക്ഷപ്പെടുന്ന വിഷയവും ഇതെല്ലാം ഞാൻ ഈ കിതാബിൽ പറയാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഈ മഹത്തായ ഗ്രന്ഥം മഹാനായ ഇമാം അബൂ അബ്ദുല്ലാഹിൽ മറാഖിസി റളിയല്ലാഹു തആല അൻഹു രചിക്കുകയുണ്ടായി.